നിങ്ങളെ ഞെട്ടിച്ച ഒരു നിവിൻ പോളി മൊമെന്റ് ഏതായിരുന്നു? എനിക്ക് എനിക്ക് പേഴ്സണലി വളരെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് ഒരു മൊമെന്റ് പെർഫോമൻസ് ഒന്നും മാത്രമല്ല, പുള്ളി ടേക്കിന് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചിരിക്കും, നമ്മളെ കൂടെ ചിരിപ്പിക്കും. നമ്മൾ ആ മൂഡിൽ ഇരിക്കുമായിരിക്കും, അപ്പൊ നമ്മളതൊന്ന് വിട്ടുപോകും. എന്നിട്ട് ആക്ഷൻ പറയുമ്പോഴേക്കും പുള്ളി നന്നായി പെർഫോം ചെയ്യും. നമ്മളിങ്ങനെ അയ്യോ പോയി. ഇത് ഞാൻ ഡെലൂലുവിന്റെ കഥയിലും കേട്ടായിരുന്നു ഇതേ സാധനം. അതായത് ആ മൊമെന്റിൽ ഇപ്പൊ ആക്ഷൻ പറയുന്ന മൊമെന്റിൽ നിവിൻ ചേട്ടൻ ആ ക്യാരക്ടറിലേക്ക് ഉണ്ടാവും. നമ്മളിങ്ങനെ പക്ഷെ അപ്പൊ നിവിൻ ചേട്ടൻ തന്നെയല്ലേ പണിയിട്ട്? കാരണം എത്ര ടേക്കുകൾ പിന്നെ നിവിൻ ചേട്ടൻ എടുത്തോണ്ടേ ഇരിക്കണം. അത് ആക്ച്വലി ഞാനിപ്പോ തിരിച്ചു അനുഭവിക്കുന്നുണ്ട്. ടേക്കിന്റെ ഇടയിൽ നിവിൻ ചേട്ടൻ ചിരിച്ചിട്ട് ഞാനിപ്പോ ബന്ധലൈവില് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വെളുപ്പിനെ ഒരു 5 മണിക്ക് കൂടി ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് വരാം. ഒരു സീനിൽ ഞാൻ ഇതുപോലെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് ഡയലോഗ് പറയുമ്പോ നിവിൻ ചേട്ടൻ തല തിരിക്കുക, ചിരി കാണിക്കുക, ക്യാമറയിൽ നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ചിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് കുറച്ചുനേരം ഹോൾഡ് ചെയ്യും പരിപാടി, ഷൂട്ടൊക്കെ നിർത്തി വെക്കും. ചിരി കഴിഞ്ഞിട്ട് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായോ അബി? ഇങ്ങനെ ചിരിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അതെ. എന്തായിരുന്നു ആ അവസ്ഥ, മാനസികാവസ്ഥ? നമ്മൾ കരയേണ്ട ഒരു സാധനം വരുന്നു, നിവിൻ ചേട്ടനെ ചിരിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെ എത്ര ടേക്ക് എടുത്തു അങ്ങനെയൊക്കെയുള്ള? എനിക്കുള്ള സീൻ എനിക്ക് കുറച്ച് സീരിയസ് റോളാണ് അതിനകത്ത്. അപ്പൊ ഞാൻ ആ ബസ്സിൽ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി എന്തായാലും ഇങ്ങനെ നോക്കിയിട്ട് അല്ലേ ചിരിപ്പിക്കും. ഞാൻ കഴിയുന്നപ്പോഴേ പോകും. അതെ, ചുമ്മാ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കാണിച്ച് കുട്ടികളെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകും. പുള്ളി സ്വിച്ച് ഇട്ട് കണക്ക് ക്യാരക്ടറാവും. റോളിംഗ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പുള്ളി സ്വിച്ച് ഇട്ട് കണക്ക് എന്ത് കോപ്പറായി കാണിച്ചാലും സ്വിച്ച് ഇട്ട് കണക്ക് ക്യാരക്ടറാവും.